അനധികൃതമായി ഓൺലൈനിൽ മരുന്ന് വിൽപ്പന നടത്തിയ സ്ഥാപനത്തിനെതിരെ സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ചരിത്രപരമായ നടപടി സ്വീകരിച്ചു. കേരളത്തിൽ ഇതാദ്യമായാണ് അനധികൃത ഓൺലൈൻ മരുന്ന് വിൽപ്പനയുമായി ബന്ധപ്പെട്ട നിയമ നടപടി ഉണ്ടാകുന്നത്. നോർത്ത് പറവൂർ പൂശാരിപ്പടിയിലുള്ള ജെ മെഡിക്കൽസ് എന്ന സ്ഥാപനത്തിനെതിരെയാണ് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് 1940 പ്രകാരം നടപടി സ്വീകരിച്ചത്. ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ മരുന്നുകൾ വിൽക്കുകയും വ്യാജ അഡ്രസ് നൽകി അധികൃതരെ കബളിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്ത സ്ഥാപനത്തെ വിദഗ്ധമായ നീക്കത്തിലൂടെയാണ് ഡ്രഗ്സ് ആൻഡ് കൺട്രോൾ സംഘം കുടുക്കിയത്. പരിശോധനയിൽ സ്ഥാപനത്തിൽ നിന്ന് ഗുരുതരമായ നിയമലംഘനങ്ങൾ കണ്ടെത്തി. മാൻഫോഴ്സ് 50, മാൻഫോഴ്സ് 100 എന്നീ മരുന്നുകൾ പർച്ചേസ് ബിൽ ഇല്ലാതെ വാങ്ങുകയും ഓൺലൈനായി വിൽപ്പന നടത്തുകയും ചെയ്തതായി കണ്ടെത്തി. ഈ മരുന്നുകൾ ഉത്തേജക മരുന്നുകളായി ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുള്ളവയാണ്. ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഉപയോഗിച്ചാൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പൊതുജനത്തിന്റെ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന രീതിയിൽ ഷെഡ്യൂൾ എച്ചിൽ പെടുന്ന തരം മരുന്നുകൾ കുറിപ്പടിയില്ലാതെ വിൽപ്പന നടത്തുന്നത് കുറ്റകരമാണ്. കേരളത്തിൽ ഇത്തരത്തിൽ ഓൺലൈൻ മരുന്ന് വ്യാപാരം നടക്കുന്നതായി ആദ്യം വിവരമുണ്ടായിരുന്നില്ല. എന്നാൽ സ്ഥാപനത്തെക്കുറിച്ച് സംശയം തോന്നിയതിനെ തുടർന്ന് ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് നടത്തിയ അന്വേഷണം ഒരു ത്രില്ലർ സിനിമയിലെ രംഗങ്ങൾ പോലെയായിരുന്നു. വകുപ്പിലെ ഉദ്യോഗസ്ഥൻ അവരുടെ വെബ്സൈറ്റിൽ കയറി ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ മരുന്ന് ആവശ്യപ്പെട്ടു. ഒരു തടസ്സവുമില്ലാതെ സാധനം സമയത്തിന് അയച്ചു കൊടുത്തു. മരുന്ന് എത്തിയെങ്കിലും അതിലുണ്ടായിരുന്ന അഡ്രസ് വ്യാജമായിരുന്നു. ഇതോടെ വിൽപ്പന നടത്തിയ യഥാർത്ഥ സ്ഥാപനം കണ്ടെത്താൻ ബുദ്ധിമുട്ടായി. പിന്നീട് വിദഗ്ധമായി ട്രേസ് ചെയ്താണ് ഡ്രഗ്സ് കൺട്രോൾ സംഘം റെയ്ഡ് നടത്തി സ്ഥാപനം കണ്ടെത്തുകയും മരുന്നുകളും അനുബന്ധ രേഖകളും പിടിച്ചെടുക്കുകയും ചെയ്തത്. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.